നമസ്കാരം, എൻ്റെ പേര് ശശാങ്ക് ഉളവ. നമുക്ക് അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം നമുക്ക് പലർക്കും അറിയാം, സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവാം പലരും. ഒരു പ്രമുഖ ഫുഡ് ബ്ലോഗർ ഉണ്ട്. അതെ, വളരെയധികം വളരെയധികം പ്രബലനായ ഒരു ഫുഡ് ബ്ലോഗറാണ് അദ്ദേഹം. ഇപ്പോൾ ഹോട്ടൽ ഉടമയാണ്, ഹോട്ടൽ കൺസൾട്ടൻ്റാണ് അദ്ദേഹം. വളരെയധികം ആ ഒരു ഫീൽഡിൽ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. ഒരുപാട് കാലമായിട്ട് റിവ്യൂവും ഫുഡ് ബ്ലോഗിങ്ങും ഒക്കെ ചെയ്ത് പല റെസ്റ്റോറൻറ്റുകളുടെ കാര്യത്തിൽ പറയുന്ന ആളാണ്, അഭിപ്രായങ്ങൾ പറയുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം പുതുതായിട്ടൊരു സെറ്റപ്പ് തുടങ്ങി. അതിനെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു റിവ്യൂ ഒക്കെ ആദ്യം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം വളരെ പുതുതായിട്ടുള്ളൊരു കോൺസെപ്റ്റായിരുന്നു. അതായത് വേണ്ട രീതിയിൽ വേണ്ട പോലെ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഫുഡുകൾ, അതേപോലത്തെ ചെറിയ ചെറിയ ക്വാണ്ടിറ്റികളിൽ വളരെയധികം മിതമായ രീതിയിൽ ഒരു വയറ് നിറച്ച് കഴിക്കാൻ പറ്റുന്ന രീതിയിലൊരു കോൺസെപ്റ്റ്, അതും കൊച്ചി പോലൊരു സ്ഥലത്ത് ഇടത്തരക്കാർക്ക് വേണ്ടി, കാറിൽ വരുന്നവർക്ക് വേണ്ടിയല്ല, ഞാൻ ബൈക്കിൽ വരുന്നവർക്ക് വേണ്ടിയാണ് ഈ റെസ്റ്റോറൻറ്റ് തുറന്നു എന്ന് പറഞ്ഞുകൊണ്ട് പാർക്കിംഗ് ഏരിയ അടക്കം അടച്ചു വെച്ച ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള റവല്യൂഷണറി ആളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു എഫേർട്ടിനെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫുഡിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഈ കോൺസെപ്റ്റിനെ കുറിച്ചും വളരെയധികം പുകഴ്ത്തിയിട്ടായിരുന്നു ആദ്യം ഒരു റിവ്യൂ വന്നിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ക്ലൗഡ് കിച്ചനും കാര്യങ്ങളൊക്കെ വളരെ നന്നായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഫീൽഡിൽ അദ്ദേഹത്തിൻ്റെ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ കുറിച്ച് ആർക്കും ഒരു ഡൗട്ട് ഉണ്ടാവില്ല. ഇപ്പോൾ ആ ഒരു സംരംഭത്തെക്കുറിച്ച് ചില ചർച്ചകൾ വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ഭക്ഷണങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ രുചികളെക്കുറിച്ചായിക്കോട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ ചൂടാറുന്നതിനെക്കുറിച്ചായിക്കോട്ടെ, അതേപോലത്തെ ശുചിത്വത്തെക്കുറിച്ചായിട്ട്, ഹൈജീനെ കുറിച്ചായിട്ട്, അങ്ങനെ പലതരത്തിലുള്ള നെഗറ്റീവ് കമൻറ്റ്സ് വരുമ്പോൾ അതിൻ്റെ റിയാക്ഷൻസ് വരുന്നുണ്ട്. അദ്ദേഹം അതിനെ ട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ സർക്കാസത്തിലൂടെ നേരിടാനാണ് ശ്രമിക്കുന്നത്. അത് ഓക്കെ. നമ്മളൊരു ഓണറാകുമ്പോൾ നമ്മൾ നമ്മുടെ സ്ഥാപനത്തെ ടാർഗറ്റ് ചെയ്ത് ആരെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷേ ഇത് ജെനുവിനായിട്ട് വരുന്ന റിവ്യൂ ആവാം, ആവാതിരിക്കാം. നമ്മളത് ആദ്യം അന്വേഷിക്കണം. ഒരു ഓണർ എന്ന നിലയ്ക്ക് ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഉപദേശിക്കാൻ നമ്മൾ ആരുമില്ല. പിന്നെ നമ്മളൊക്കെ ഇവരൊക്കെ പേരെടുത്ത് കഴിഞ്ഞാൽ തോന്നും നമ്മളൊന്നും ഒന്നും അല്ലാത്തവരാണ് സോഷ്യൽ മീഡിയ. അപ്പോൾ ഇവർക്ക് തോന്നും നമ്മൾ ഇവരെ പേരെടുത്ത് റീച്ച് ഉണ്ടാക്കുക. അല്ലെങ്കിൽ റീച്ചില്ല, ഇനി പേരെടുത്താലും റീച്ച് കിട്ടാൻ പോകുന്നില്ല. അതാണ് നമ്മുടെ ഒരു തലയെഴുത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒഴിവാക്കുക. അഭിപ്രായം പറയാനുള്ളൊരു പ്ലാറ്റ്ഫോമായിട്ടാണ് നമ്മളിത് കാണുന്നത്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഇതാണ്. ഓണർ എന്ന നിലയ്ക്ക് താങ്കൾ പറയുന്ന ആ മോഡൽ, താങ്കൾ പറയുന്ന ആ ഒരു സിറ്റുവേഷനിൽ താങ്കൾ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വളരെയധികം നല്ലൊരു കോൺസെപ്റ്റാണ്. അത് താങ്കൾ ചെയ്യുന്നു, താങ്കൾ ആ ഇനിഷ്യേറ്റീവ് എടുക്കുന്നു എന്നുള്ളത് വളരെയധികം നല്ല കാര്യം. അതിൻ്റെ ഉപഭോക്താക്കളായി പോകുന്നവർ അവിടെ ട്രൈ ചെയ്ത് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, ഇഷ്ടമല്ലാത്തത് അവർ രേഖപ്പെടുത്തുന്നു. അത് അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം. കാരണം അവർ ഫ്രീ ആയിട്ടല്ല ഭക്ഷണം കഴിക്കുന്നത്, നിങ്ങളും ഫ്രീ ആയിട്ടല്ല കൊടുക്കുന്നത്. നിങ്ങളൊരു മിതമായ രീതിയിൽ അവിടെ കൊടുക്കുന്നു, നിങ്ങൾക്ക് പറ്റിയൊരു സൗകര്യത്തിൽ വളരെയധികം നല്ല രീതിയിലാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ നിങ്ങൾ കൊടുക്കുന്നു. അവിടെ വന്ന് ട്രൈ ചെയ്യുന്നവർക്ക് അവർക്കതിൻ്റെ ഇതായിട്ടുള്ള ഫീഡ്ബാക്ക്, കാരണം അവർ കൊടുത്ത കാശിനുള്ള മുതലാവണില്ല എന്നുണ്ടെങ്കിൽ അവരത് പറയും. ഇത് സിനിമയായാലും ഭക്ഷണമായാലും കുപ്പായ ആയാലും എന്തായാലും വട്ട് എവർ ഇറ്റ് ഈസ്, അതിൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് കൺസ്യൂമർ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ട്. ആ ഫീഡ്ബാക്ക് എത്ര വലിയ ഗ്രൂപ്പായാലും അത് ഫേസ് ചെയ്തേ പറ്റുള്ളൂ. അതിൽ എവിടെയും ആ ഒരു ഗ്രൂപ്പ് മാത്രം അല്ലെങ്കിൽ ദ ബ്രാൻഡ് ഈസ് കംപ്ലീറ്റ്ലി റൈറ്റ് അങ്ങനെ ഒരു സംഭവം എവിടെയില്ല. അപ്പോൾ അത് മനസ്സിലാക്കിയ ഒരാൾ തന്നെയാണ്, അല്ലാണ്ട് മനസ്സിലാക്കാത്തതല്ല. പക്ഷേ ഇതിലൊരു പ്രശ്നം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തന്നെ ഒരു വലിയൊരു പ്രസ്ഥാനത്തെ വലിയൊരു നമ്മളൊരു ഉപകാരം ചെയ്ത് നമ്മൾ ഇത്രയും വലിയ റെൻറ്റിൽ ഇത്രയും കമ്മി പൈസയ്ക്ക് കൊടുക്കുന്നു എന്നുള്ളത് തോന്നൽ നമുക്ക് തന്നെ ഉള്ളതുകൊണ്ടും, നമ്മൾ കൊടുക്കുന്നത് ഇടത്തരക്കാർക്കായതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന അരിയുടെ വില തൊട്ട് എല്ലാം നമ്മൾ ഹൈ സ്റ്റാൻഡേർഡിൽ വെച്ചുകൊണ്ട് വളരെ കമ്മി പ്രൈസിന് കൊടുക്കുന്നു എന്നുള്ളത്. താങ്കൾ അത് ഉദ്ദേശിച്ച മോഡൽ താങ്കളുടെ ഇനീഷ്യേറ്റീവാണ്, താങ്കളുടെ ബിസിനസ് മോഡലാണ്. ആ ബിസിനസ് മോഡലിൽ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതുകൊണ്ടാണല്ലോ താങ്കൾ ആ സംരംഭം തുടങ്ങുന്നത്. അല്ലാണ്ട് കച്ചവടം നടത്തി പൊട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ സമാജ സേവയ്ക്കാണോ അല്ലെങ്കിൽ സാമൂഹ്യ സേവനത്തിന് വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ തുടങ്ങുന്നത്. നമ്മൾ ഒരു വെൽഫെയർ പ്ലസ് അതിലൊരു ബിസിനസ് ഓറിയൻറ്റഡ് ഇൻസെൻറ്റീവും കൂടി കിട്ടണം എന്നുള്ള രീതിക്ക് തന്നെയാണ് എല്ലാ സംരംഭങ്ങളും തുടങ്ങുന്നത്. അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് മോഡൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മോഡൽ എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ ഫീഡ്ബാക്ക് വരുമ്പോൾ ഉടനെ നമ്മൾ ഇത്രയും വലിയ റെൻറ്റിലാണ്, ഇത്രയും വലിയ AC-യിലാണ്, ഇത്രയും വലിയ കമ്മി വിലയ്ക്ക്, ഇത്രയും വലിയ അരി, ഇത്രയും വലിയ, അതാണ് അതിൻ്റെ ക്വാളിറ്റി ആൻഡ് ഹൈജീൻ പ്ലസ് മാർക്കറ്റ് കോമ്പറ്റൻസി എന്ന് പറയുന്നത്. അതാണല്ലോ ക്വാളിറ്റി പ്ലസ് പ്രൈസിങ്. പോക്കറ്റ് ഫ്രണ്ട്ലി ആകുമ്പോൾ നമ്മുടെ ബിസിനസ് ഓട്ടോമാറ്റിക്കലി വോളിയം വൈസ് കൂടണം. അതാണ് ഏതൊരു പ്രോഡക്റ്റിൻ്റെ ആയാലും. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പറയാൻ ആളല്ല, താങ്കൾ തന്നെയാണ് മഹാൻ, ഞാനൊന്നും പറയുന്നില്ല അതിൽ. പക്ഷേ ആളുകൾ പറയുന്ന കാര്യത്തിൽ ഉടനെ അവർക്ക് ഒരു ഔദാര്യം കൊടുക്കുന്ന പോലെ ഒരിക്കലും ചെയ്യരുത്. താങ്കളുടെ ആ മോഡലിൻ്റെ ഒരു വെൽഫെയർ ഇനീഷ്യേറ്റീവ്, പോസിറ്റീവ് ഇനീഷ്യേറ്റീവ് ഉണ്ട്. ആ ഇനീഷ്യേറ്റീവ് എപ്പോഴും കളങ്കപ്പെടാതെ നിൽക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ വരുന്ന റിവ്യൂസിന് അതിൻ്റേതായ രീതിയിൽ കാണുക. ചിലർക്ക് അറിയാതെ പറയുന്നതാവാം, ചിലർക്ക് അവർക്ക് ആ സമയത്തുണ്ടായ ഫീഡ്ബാക്ക് അവർ തരുന്നതാവാം. അതിൽ ഇത്ര കണ്ട് അവരെ ട്രോളിക്കേണ്ടതും പുച്ഛിക്കേണ്ട കാര്യമില്ല. പിന്നെ ടാർഗറ്റ് ചെയ്ത് ചെയ്യണവരെ ചെയ്തോളൂ. ടാർഗറ്റ് ചെയ്ത് നിങ്ങളെ താറടിക്കാൻ വേണ്ടി ചെയ്യണവരെ നമുക്ക് അതേ രീതിയിൽ തന്നെ നേരിടാം. പക്ഷേ എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നില്ലല്ലോ. ചില ഫീഡ്ബാക്കുകൾ ചിലപ്പോൾ ശരിയായിരിക്കാം, ചില ഫീഡ്ബാക്കുകൾ ചിലപ്പോൾ തെറ്റായിരിക്കാം. ക്വാണ്ടിറ്റിയുടെ കാര്യത്തിലായിക്കോട്ടെ, വിലയുടെ കാര്യത്തിലായിക്കോട്ടെ, അങ്ങനെ പലതരത്തിലുണ്ടാവും. നമുക്ക് AC-യിൽ ഇരുന്ന് കഴിച്ചിട്ട് 120 രൂപ കൊടുക്കണത് നമ്മളൊരു ചായപ്പടിയിൽ പോയിട്ട് 120 രൂപ കൊടുത്ത് കഴിക്കണവരുണ്ടാവാം. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമല്ലേ. അപ്പോൾ അതൊരു ഔദാര്യം പോലെ നമ്മൾ കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഞാനത് പറയണം. അതായത് ജനങ്ങളെ, അതായത് കൺസ്യൂമർ, അതായത് നമ്മുടേതായിട്ടുള്ള കസ്റ്റമേഴ്സിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുമ്പോഴാണ്
നമ്മുടെ ബിസിനസ്സിന് റെസ്പെക്റ്റും ആസ് ആൻ ഓണർ വി ആർ ടേക്കിംഗ് ദാറ്റ് റെസ്പോൺസിബിലിറ്റി ആൻഡ് ഓണർഷിപ്പ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് വളരെയധികം ബാലിശമായ റെസ്പോൺസുകൾ ഒഴിവാക്കുക. താങ്കളുടെ ഇനീഷ്യേറ്റീവ് വളരെ നല്ലതാണ്. ആ ഒരു ലക്ഷ്യത്തിലോട്ട് നീങ്ങുക, ഫീഡ്ബാക്കുകളിൽ ശരിയായത് നേരിടുക, അത് തിരുത്താൻ ശ്രമിക്കുക. അല്ല തിരുത്തേണ്ട കാര്യമില്ല എന്നുണ്ടെങ്കിൽ ധൈര്യമായി മുന്നോട്ട് പോവുക. ആളുകളായിട്ട് വെറുതെ നമ്മൾ ഈ പൈസ കൊടുത്ത് ഭക്ഷണം കഴിച്ചവരെ വെറുതെ നമ്മൾ പുച്ഛിച്ചിട്ട് കാര്യമില്ലല്ലോ. ആ ഒരു കാര്യം ഉണ്ട് കേട്ടോ. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഉടനെ നമ്മൾ കൊടുക്കുന്ന സൗകര്യങ്ങൾ ഒരു ഔദാര്യം പോലും നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വേണ്ട വിലയ്ക്ക് നിങ്ങൾക്ക് വെക്കാം, വരുന്നവർ വന്ന് കഴിച്ചോട്ടെ. അല്ല നിങ്ങൾക്ക് വേണ്ടൊരു ടാർഗറ്റ് ഓഡിയൻസ് അത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി നിങ്ങളെ ബാധിക്കേണ്ട കാര്യം തന്നെ ഇല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.